ومن سلك طريقا يلتمس فيه علما سهل الله له به طريقا إلى الجنة. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله حمدا كثيرا طيبا مباركا فيه وصلى الله على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربي زدنا علما. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിസ്ഡം സ്റ്റുഡൻസ് ക്യാമ്പസ് വിങ് സംഘടിപ്പിക്കുന്ന അൽബയാൻ ഖുർആൻ ക്ലാസ്സിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലാണ് അൽഹംദുലില്ലാഹ് നമ്മൾ ഇന്നുള്ളത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പരമകാരുണികനായ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ 2 ഗുണങ്ങളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളത്. വിനയവും വിവേകവുമുള്ളവരായിരിക്കും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ എന്നും ആ ഗുണങ്ങൾക്കെതിരായി അഹങ്കാരവും അതുപോലെ തന്നെ ധൃതിയുമെല്ലാം അപക്വമായ പെരുമാറ്റങ്ങളൊന്നും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ നിന്ന് ഉണ്ടാവുകയില്ല എന്ന വിശദീകരണമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ നൽകിയത്. ഇൻഷാ അള്ളാഹ് ഇന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട അടിമകളുടെ ഗുണമായി നമുക്ക് പഠിപ്പിച്ചു തരുന്ന മൂന്നാമത്തൊരു ഗുണത്തെക്കുറിച്ചാണ് അല്പനേരം നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഫുർഖാനിലെ 64-ാമത്തെ ആയത്തിൽ നമ്മോട് പറയുകയാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ എന്ന് പറഞ്ഞാൽ യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ, അവർ അള്ളാഹുവിന് വേണ്ടി സുജൂദിലും ഖിയാമിലുമൊക്കെയായി, എന്നാൽ രാത്രി നമസ്കരിക്കുന്ന ആളുകളായിരിക്കും എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരെക്കുറിച്ച് പറഞ്ഞിടത്ത് അള്ളാഹു ഏറ്റവും കൂടുതൽ നമ്മെ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമാണ് രാത്രി നമസ്കാരം എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ഇമാം അബൂദാവൂദ് റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഫ്ളലസ് സ്വലാത്തി ബഅദൽ മഫ്റൂളത്തി സ്വലാത്തുൻ മിനൽ ലൈൽ. നിർബന്ധ നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള, ഏറ്റവും മഹത്വമുള്ള നമസ്കാരം രാത്രിയിലുള്ള നമസ്കാരമാണെന്നാണ്. പ്രിയപ്പെട്ടവരെ, രാത്രി നമസ്കാരം അത് നമുക്ക് അതിൻ്റെ ശ്രേഷ്ഠത ഏറെ വിളിച്ചോതിത്തരുന്ന ഒരു സംഭവം. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ സൂറത്തു സുമറിൽ അതിൻ്റെ 9-ാമത്തെ ആയത്തിൽ നമ്മളോട് പറയുകയാണ്, അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ ലൈലി സാജിദൻ വഖായിമൻ യഹ്ദറുൽ ആഖിറ വയർജു റഹ്മത റബ്ബിഹി ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പേടിച്ചുകൊണ്ട് പരലോകത്തെ പ്രതീക്ഷിച്ചും അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കാംക്ഷിച്ചും രാത്രിയിൽ നിസ്കരിക്കുന്ന ആളുകൾ, ഭക്തിയോടെ നമസ്കരിക്കുന്ന ആളുകളെക്കാൾ ഉത്തമരായി വേറെ ആരുണ്ട് എന്നതാണ്. നോക്കൂ നിങ്ങൾ, യഥാർത്ഥത്തിൽ ചിന്തിച്ചു മനസ്സിലാക്കുക, അൽബാബുകളാണ്, ബുദ്ധിയുള്ള ആളുകളാണ് എന്നാണ് ആയത്ത് അവസാനിപ്പിച്ചത്. അപ്പോൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട്, പരലോകത്തെ പേടിച്ചുകൊണ്ട് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റ് ഭക്തിപൂർവ്വം നമസ്കരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെക്കാൾ ഉത്തമരായ വേറെ ഒരാളും ഇല്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തി തരുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു ഒരുപാട് ആയത്തുകളിലൂടെ നമ്മളോട് കൽപ്പിച്ച ഒരു കാര്യമാണ് രാത്രി നമസ്കാരം എന്നത്. അതൊരു സുന്നത്താണ് എങ്കിലും ഒട്ടേറെ തവണ അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നതാണ്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ സൂറത്ത് ഖാഫിലെ 39-40 ആയത്തിൽ അള്ളാഹു പറയാൻ, ഫസ്ബിർ അലാ മാ യഖൂലൂന വസബ്ബിഹ് ബിഹംദി റബ്ബിക
ഖബ്ല തുലൂഇ ശംസി വഖബ്ലൽ ഖുറൂബ് വമിനൽ ലൈലി ഫസബ്ബിഹുഹു വഅദ്ബാറസ് സുജൂദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, രാത്രി ആ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പും അതേപോലെ തന്നെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും നീ റബ്ബിനെ തസ്ബീഹ് ചെയ്യണം, എന്ന് വെച്ചാൽ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കണം. വമിനൽ ലൈലി, അതുപോലെ തന്നെ രാത്രിയിൽ നിന്നും നീ റബ്ബിനെ ഓർത്തുകൊണ്ട് നമസ്കരിക്കണം. അദ്ബാറ സുജൂദ്, അല്ലേ, സുജൂദുകൾക്ക് അവസാനത്തിലും നീ റബ്ബിനെ സ്തുതിച്ച് അവനെ ഓർക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ രാത്രി നമസ്കരിക്കണമെന്ന് സൂറത്തു ഖാഫിലൂടെ അള്ളാഹു നമ്മോട് ആവശ്യപ്പെട്ടു. അതേപോലെ തന്നെ സൂറത്തു തൂറിലെ 48-49 ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നീ രാത്രിയിൽ നിന്ന് നീ റബ്ബിനെ ഓർത്തുകൊണ്ട് തസ്ബീഹ് ചെയ്ത് അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കണം. നക്ഷത്രങ്ങൾ പിൻവാങ്ങിപ്പോകുമ്പോഴും നീ റബ്ബിനെ ഓർക്കണം. നോക്കൂ നിങ്ങൾ, ഇവിടെയെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നത് രാത്രി നമസ്കാരമാണ്. സൂറത്തു ഇൻസാനിലെ 25-26 വീണ്ടും നമുക്ക് കാണാം, വദ്കുരിസ്മ റബ്ബിക ബുക്റതൻ വഅസീല. വദ്കുരിസ്മ റബ്ബിക ബുക്റതൻ വഅസീല, രാവിലെയും വൈകുന്നേരവും നീ റബ്ബിനെ ഓർക്കണം. വമിനൽ ലൈൽ, രാത്രിയിൽ നിന്നും റബ്ബിനെ ദിക്ർ ചെല്ലണം, അഥവാ റബ്ബിനെ ഓർക്കണം. അവിടെയൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞു രാത്രി നമസ്കാരമാണെന്ന്. സഹോദരങ്ങളെ, ഇങ്ങനെ ഒരുപാട് ആയത്തുകളിലൂടെ റബ്ബാനായ റബ്ബ് സുബ്ഹാനഹു വ തആല രാത്രി നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയെ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്. ഇനി പരിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിച്ചാൽ സ്വർഗം ലഭിക്കുന്ന ആളുകളുടെ ഗുണങ്ങളെ, സ്വർഗത്തിൻ്റെ അവകാശികളായ ആളുകളുടെ ഗുണങ്ങൾ നമ്മൾ പരിശോധിക്കുന്നിടത്ത് അവിടെ അള്ളാഹു പറഞ്ഞൊരു കാര്യമാണ് രാത്രി നമസ്കാരം എന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തു ദാരിയാത്തിലെ 15 മുതൽ 18 വരെയുള്ള ആയത്ത്, ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വഉയൂൻ ആഖിദീന മാ ആതാഹും റബ്ബുഹും ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. നോക്കൂ നിങ്ങൾ, മുത്തഖീങ്ങൾ സ്വർഗങ്ങളിലാണ്, അതേപോലെ അവിടുത്തെ അരുവികളിലാണ്. അള്ളാഹു കൊടുത്ത ആ നിഅമത്തുകൾ, ആ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് അവർ സ്വർഗത്തിൽ കഴിഞ്ഞുകൂടുകയാണ്. അവർ ഈ ലോകത്തേക്ക് വരുന്നതിന് മുമ്പ് ദുനിയാവിൽ വെച്ച് ഇഹ്സാൻ ചെയ്ത മുഹ്സിനീങ്ങളായ നല്ല ആളുകളായിരുന്നു. എന്നിട്ട് അള്ളാഹ് പറയാണ്, രാത്രിയിൽ അല്പം മാത്രമായിരുന്നു അവർ ഉറങ്ങാറുള്ളത് എന്ന്. സഹോദരങ്ങളെ, നമ്മുടെ ഗുണത്തിൽ ആ ഒരു ഗുണമുണ്ടോ? രാത്രി ചിലപ്പോൾ ഉറക്കം കുറവായിരിക്കും, പക്ഷെ അത് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി, രാത്രി നിസ്കാരത്തിന് വേണ്ടി ഉറക്കമൊഴിച്ചൊരു അനുഭവം നമുക്കുണ്ടോ? അള്ളാഹ് അതാ പറഞ്ഞത്, അവർ രാത്രി അല്പം മാത്രമാണ് ഉറങ്ങിയിരുന്നത് എന്ന് പറയുമ്പോൾ അവിടെ തൊട്ട് ചേർത്ത് അള്ളാഹ് പറഞ്ഞത് എന്താ? വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാണെന്നുള്ളതാണ്. അപ്പോൾ അല്പം നേരം ഉറങ്ങി കൂടുതലായി നമസ്കരിക്കുന്ന സ്വഭാവമാണ് സ്വർഗീയ ആളുകളുടെ സ്വഭാവം എന്ന് അള്ളാഹു നമുക്ക് അടിക്കടി ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്. മുഅ്മിനിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമായി നമുക്ക് പറഞ്ഞു തന്നതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തു സജദയുടെ 16-ാമത്തെ ആയത്ത്, തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അല്ലേ, അവരവരുടെ കിടപ്പറയിൽ നിന്ന് എഴുന്നേൽക്കും, എന്നിട്ടോ അള്ളാഹുവിനോടുള്ള പേടിയും പ്രതീക്ഷയും ഒക്കെ വെച്ചുകൊണ്ട് അള്ളാഹു നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുകയും ചെയ്യുന്നവരാണ് എന്നാണ്. അപ്പോൾ രാത്രി നമസ്കരിക്കാൻ വേണ്ടി അവർ എഴുന്നേൽക്കുന്നത് റബ്ബിലുള്ള പ്രതീക്ഷയാണ്, തൊമആണ്. മറ്റൊന്ന് ഖൗഫാണ്, അവർക്കുള്ള ഭയമാണ്. അപ്പം നരകത്തോടുള്ള ഭയവും സ്വർഗത്തോടുള്ള പ്രതീക്ഷയും അവർക്കുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ സ്വർഗത്തെ പ്രതീക്ഷിക്കുന്നവരാണോ? രാത്രിയിൽ എഴുന്നേൽക്കും. നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കൊതിക്കുന്നവരും നരകത്തെ പേടിക്കുന്നവരുമാണോ? നമ്മുടെ രാത്രി നമസ്കാരമുള്ളവരായി നമ്മൾ തീരുമെന്നുള്ളതാണ്. അതാണ് ഈ ആയത്തുകളൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തി തരുന്നത്. സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനോട് നിർബന്ധമായും, നമ്മുടെ റസൂലിനെ നിർബന്ധമായിരുന്നു രാത്രി നമസ്കാരം എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് മുസ്സമ്മിൽ 1 മുതൽ 4 വരെയുള്ള ആയത്ത്, യാ അയ്യുഹൽ മുസ്സമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവിൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർത്തീല. അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹു കൽപ്പിച്ചതാണ്. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം
രാത്രി നമസ്കാരം ഒരു നിർബന്ധമായ നമസ്കാരമായിരുന്നു എന്നതാണ്. സഹോദരങ്ങളെ, രാത്രി നമസ്കാരം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം അതിനൊരു വിശാലത കിട്ടും. അതേപോലെ തന്നെ നമുക്കൊരു നാവിനൊരു സ്ഥൈര്യം കിട്ടുന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് മുസ്സമ്മിൽ 6-ാമത്തെ ആയത്ത് നോക്കി, ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖ്വമു ഖീല. അല്ലേ, നമ്മുടെ സംസാരത്തിന് ഒരു സ്ഥൈര്യം കിട്ടാൻ ഏറ്റവും നല്ലൊരു മാർഗമാണ് രാത്രി നമസ്കാരം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സും നാവും ഒന്നായി കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അല്ലേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി വന്ന് ചോദിക്കുന്നുണ്ട്, അയ്യു സ്വലാത്തി ബഅദ അഫ്ളലു ബഅദൽ മക്തൂബ, നിർബന്ധ നിസ്കാരത്തിന് ശേഷം ഏറ്റവും നല്ല നമസ്കാരം ഏതാ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്തു ഫി ജൗഫിൽ ലൈൽ, അല്ലേ, രാത്രി നമസ്കരിക്കുന്ന നമസ്കാരമാണ്. അപ്പോൾ ഫർളായ നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും അഫ്ളലായ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നിസ്കാരമായി നമ്മുടെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, പ്രിയപ്പെട്ടവരെ, രാത്രിയിലുള്ള നമസ്കാരമാണ് എന്നാണ്. ഇത്രയേറെ ശ്രേഷ്ഠതകൾ നമുക്കുണ്ട്. നോക്കൂ നിങ്ങൾ, അതുകൊണ്ട് തന്നെ ആ ഒരു സുന്നത്ത് അല്ലേ, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ അനിവാര്യമായ ഒരു കാര്യമാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അല്ലേ. ആ ഒരു ഏറ്റവും നല്ല സുന്നത്തിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഏറ്റവും നല്ല ഭാര്യ, ഏറ്റവും നല്ല ഭർത്താവ് എന്ന ആളുകളെ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് എങ്ങനെയാണ്? അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, റഹിമല്ലാഹു റജുലൻ ഖാമ മിനൽ ലൈലി ഫസല്ല വഅയ്ഖള ഇംറഅതഹു ഫഇൻ അബത് നളഹ ഫീ വജ്ഹിഹ അൽമാ. അല്ലേ, ഒരു മനുഷ്യൻ, ഭർത്താവ് രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചതിന് ശേഷം തൻ്റെ ഭാര്യയെ നിസ്കരിക്കാൻ വേണ്ടി വിളിക്കാൻ. സ്വഹാബികളുടെ സ്വഭാവം അതാണ്. ഉമർ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല ചരിത്രം ഒരുപാടുണ്ട് അല്ലേ. അവരൊക്കെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റ് നിസ്കരിക്കും, എന്നിട്ട് കുടുംബത്തെ ഉണർത്തുമെന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിക്കാൻ. അങ്ങനെ രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചതിന് ശേഷം ഭാര്യയെ വിളിക്കാൻ. ഭാര്യ വിളിച്ചിട്ട് ഉണർന്നിട്ടില്ലെങ്കിൽ അവളുടെ മുഖത്ത് വെള്ളം കുടഞ്ഞിട്ട് അവളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഭർത്താവാണ് ഏറ്റവും നല്ല ഭർത്താവ് എന്ന് കാണാൻ കഴിയും. അവർക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം ഉണ്ടാവട്ടെ എന്നാണ്. ഇതേപോലെ നേരെ തിരിച്ചും ഭർത്താവിനെ എഴുന്നേൽപ്പിക്കുന്ന ഭാര്യ, അവൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം ഉണ്ടാവട്ടെ. എന്തിന്? രാത്രി നമസ്കാരത്തിന് വേണ്ടി എഴുന്നേൽപ്പിക്കുന്ന ഭാര്യയെയും ഭർത്താവിനെയുമൊക്കെ ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇത്ര പ്രത്യേകതകൾ രാത്രി നമസ്കാരത്തിന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത് ഏത് സമയത്താണ് ഏറ്റവും നല്ലത്? ഏത് സമയത്താണ് രാത്രി നിസ്കാരം നിർവഹിക്കാൻ ഏറ്റവും നല്ലത്? സംശയമില്ലാതെ തന്നെ നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും, ഏറ്റവും നല്ല സമയം അത് രാത്രിയുടെ അവസാന സമയമാണ്, അതിൻ്റെ ഏറ്റവും അവസാനത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഒരു സ്വഹാബി വന്ന് റസൂലിനോട് ചോദിച്ചു, അയ്യുദ്ദുആഇ അസ്മ, പ്രാർത്ഥന ഏറ്റവും കൂടുതൽ കേൾക്കുന്ന സമയം ഏതാണ്? ഏറ്റവും സ്വീകാര്യയോഗ്യമായ സമയം ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജൗഫുൽ ലൈൽ ആഖിർ, അഥവാ രാത്രിയുടെ അന്ത്യസമയമാണ് എന്നതാണ്. അതേപോലെ തന്നെ വദുബുറ അസ്സലവാത്തിൽ മക്തൂബാത്ത്, നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രാർത്ഥന, അതിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥന സ്വീകരിക്കാൻ ഏറ്റവും സാധ്യതയുള്ള സമയങ്ങളായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ സമയങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തണം. എന്താ ആ സമയത്തിന് പ്രത്യേകത? റഹ്മാനായ റബ്ബ് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അള്ളാഹു മനുഷ്യരോട് ചോദിക്കുന്നതാണ്, ആരാണ് എന്നോട് ഇസ്തിഗ്ഫാർ തേടാനുള്ളത്? ഞാൻ അവന് പുറത്തു കൊടുക്കാം. ആരാണ് എന്നോട് ചോദിക്കുന്നത്? ഞാൻ അവിടെ നൽകാം. ആരാണ് എന്നോട് പ്രാർത്ഥിക്കുന്നത്? ഞാൻ അവന് ഉത്തരം കൊടുക്കാം. ആരാണ് എന്നോട് ആവശ്യപ്പെടുന്നത്? ഞാൻ അവന് നൽകാമെന്നാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ റഹ്മാനായ റബ്ബ് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്നിട്ട് നമ്മളോട് കൈകൾ നീട്ടി ചോദിക്കാൻ ആരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ കടന്നുറങ്ങുകയാണെങ്കിൽ, നമ്മെ പ്രതീക്ഷിച്ച ഒരു മനുഷ്യൻ വിദൂര ദിക്കിൽ നിന്ന് വന്ന് അല്ലേ നമ്മെ കാത്തിരിക്കുകയാണെങ്കിൽ, അയാൾക്ക് നമ്മൾ പ്രതീക്ഷയുള്ള ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ എന്താവും അവസ്ഥ? അള്ളാഹുവിന് താരതമ്യം ചെയ്യല്ല. മറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നത് നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് നിറവേറ്റി തരാനാണ്. ആ സമയത്ത് നമ്മൾ കടന്നുറങ്ങാൻ പ്രിയപ്പെട്ടവരെ പാടുണ്ടോ? അതുകൊണ്ട് ഏറ്റവും നന്നായി ഈ ഒരു സമയത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തി രാത്രി നിസ്കരിക്കുന്നവരായി മാറണം. അതിന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ശീലങ്ങൾ അത് കൊണ്ടുവരണം. അതിന്
പ്രത്യേകമായ സംവിധാനങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ മെല്ലെ മെല്ലെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വന്നാൽ അത് നമുക്ക് ശീലമാക്കാൻ കഴിയും. അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റ് നിസ്കരിക്കലാണ് ഏറ്റവും അഫ്ളൽ. ഇനി ഉറങ്ങിയാൽ പിന്നെ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ ഉറങ്ങാൻ സമയത്ത് തന്നെ രാത്രി നിസ്കരിച്ച് കിടന്നുറങ്ങുക, അതായിരിക്കും അതിന് ഏറ്റവും നല്ലത് എന്നാണ്. അതേപോലെ തന്നെ നമ്മൾ തുടങ്ങുമ്പോൾ ആദ്യം ഒരു 3 റക്അത്തൊക്കെയായി മെല്ലെ മെല്ലെ കുറഞ്ഞ റക്അത്തുകളിൽ നിന്ന് തുടങ്ങി അങ്ങനെ കൂടുതൽ റക്അത്തുകളിലേക്ക് പോകുന്നൊരവസ്ഥ, ഒരു തദറുജിയായ നിലയ്ക്ക് നമ്മൾ തുടങ്ങിയാൽ ഒന്നുകൂടെ ഖൈറായി ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. അതേപോലെ തന്നെ നല്ലൊരു പ്ലാനിങ് നമ്മുടെ ഉറക്കത്തിൻ്റെ ഷെഡ്യൂളിൽ, അതേപോലെ തന്നെ നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളിലും രാത്രി നിസ്കാരത്തിന് വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിങ് നമ്മൾ കണ്ടാൽ പ്രിയപ്പെട്ടവരെ നമുക്കത് നിറവേറ്റാൻ കഴിയും. അത്ര വലിയ ഒരു റിസ്ക്കുള്ളൊരു കാര്യമൊന്നുമല്ല. കാരണം നമ്മളെല്ലാവരും റമദാനിൽ തറാവീഹ് നമസ്കരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അത് ആ ജീവിതത്തിൽ ഇങ്ങനെ കൊണ്ടു നടന്നാൽ പ്രിയപ്പെട്ടവരെ അതത്ര വലിയ സമയമൊന്നും നമുക്ക് എടുക്കേണ്ടി വരുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് ആ ഒരു രീതിയിൽ മടിയൊക്കെ മാറ്റിവെച്ച്, അലസത മാറ്റിവെച്ച്, പൈശാചികമായ നമ്മളെ വേലിക്കെട്ടുകളിൽ കെട്ടിയിടുന്നതിനെ തൊട്ട് നമ്മൾ പേടിച്ച് അതിൽ നിന്നൊക്കെ മാറി പ്രാർത്ഥിച്ച് റബ്ബിനോട് ആത്മാർത്ഥമായി എന്നും രാത്രി നിസ്കരിക്കുന്ന ആളുകളാക്കി മാറ്റി തീർക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുക. അത് സ്വർഗീയ അവകാശികളുടെ ഗുണങ്ങളായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങളെ സമീപിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിന് തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.